മോനാണെങ്കിൽ ഒരു ജാതി വികൃതിസ്റ്റോ. എന്നിട്ട് ഞാൻ അവനെ ഹാൻഡിൽ ചെയ്ത് മെരുക്കി എടുത്തിട്ട് എം ഡിനോട്ടുള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. എം ഡി അച്ചാറിനെ വിളിച്ച് അപ്പം തന്നെ സംഭവം ഇങ്ങോട്ട് റെഡിയാക്കി തന്നു. ആ നീ വന്നിട്ട് ട്രീറ്റ്. ആ പിന്നെ ഞാൻ വിളിക്കാട്ടാ. ഗുഡ് നൈറ്റ്, മിസ് യു. എന്നിട്ട് ആ പയ്യൻ എന്നോട് പറയാണ്, ചേട്ടനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ, ചേട്ടന് സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചൂടെയെന്ന്. അല്ല, ഞാനപ്പോ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി, മോനെ നിന്നെ പോലെ ഒരുപാട് പേർക്ക് സങ്കടം തോന്നിയേക്കാം, പക്ഷെ എഴുത്താണ് എന്റെ മേഖല. പിന്നെ സിനിമയിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ഒരുപാട് നടന്മാരുണ്ട്, എഴുത്തുകാരാണ് ഇല്ലാത്തത്. അങ്ങനെ എഴുത്തിന്റെ ഒരു ആവശ്യകത ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ തന്നെ ആ പയ്യൻ പറഞ്ഞു നിങ്ങൾ സുലൈമാനല്ല ഹനുമാനാന്ന്. കെട്ടിയെടുത്താ. അതെ, എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. കൊള്ളാലോ, ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ എന്നാ നിങ്ങൾ ആദ്യം പറ. സാമേ അതാണ്ട നീ ആദ്യം പറ. എനിക്ക് സാലറി ആക്കിയതല്ലോ. അവലാക്കി എന്താണ് പരിപാടി? നമ്മൾ മന്തി കഴിക്കാൻ പോവല്ലേ? പോയടാ കുഴിമന്തി കുതിയ. ഇന്ന് നിന്റെ ഹാപ്പി ന്യൂസ് പറ. ഓക്കെ, രാവിലെ ഞാൻ വളരെ ഡെസ്പായിരുന്നു. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. ഒരു ബിസിനസ് ഐഡിയ കിട്ടാതെ ഞാൻ ആകെ ലോസ്റ്റ് ആയിപ്പോയി. എന്നിട്ട് ഇപ്പൊ കിട്ടിയ അതാണല്ലോ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണം. നമ്മളെന്താ പൂളിൽ വെച്ച് അവിടെ പാർട്ടി നടത്താൻ വന്ന കുറച്ച് പിള്ളേരെ കണ്ടില്ലേ, അവരെ പെട്ടിരിക്കായിരുന്നില്ലേ? യെസ്, അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ് ഐഡിയ എനിക്ക് കിട്ടിയത്. അതെന്താ ഐഡിയ? ഒരു സ്പെഷ്യൽ സ്റ്റോർ. അതായത് ഈ പാർട്ടി നടത്താനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോർ. വരുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെ വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങാം. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് നേരത്തെ പറഞ്ഞാൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് കൊള്ളാലോ, നൈസ് ഐഡിയ ആണല്ലോ. ശരിയാട്ടാ, ഇത് വർക്കൗട്ടാ. ഞങ്ങളുടെ ഇവന്റ്സിൽ തന്നെ ആർട്ട് ചെയ്യണ പിള്ളേരില്ലേ, ചക്രശ്വാസം വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കുറെ വർക്ക് തരും, പക്ഷെ കമ്മീഷൻ വേണം. തരാലോ. എന്തായാലും ഒരു നല്ല ക്രിയാത്മകം കിട്ടുന്നുണ്ട്. എടാ നിർത്തും, രാവിലെ തുടങ്ങിയാണല്ലോ. എടാ ഞാൻ പറഞ്ഞ ശരിയല്ല സാമേ, വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പാർട്ടിയുടെ സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു സ്റ്റോർ, അതല്ലേ നീണ്ട സ്വപ്നം? കണ്ട, അതാണ്. ലക്കി, നമുക്ക് മന്തി കഴിക്കാൻ പോവാം. ഒന്ന് പോടാ, ബേബി ചേച്ചി നല്ല അസല് ചോറും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ സാംകുട്ടന്റെ DIJ മുട്ടയും പൊരിച്ചു തരും. അല്ലടിയ അഞ്ചു